ഇത് ഞങ്ങളുടെ ഊട്ടി യാത്രയുടെ ഫസ്റ്റ് വ്ളോഗാണ്. ഏതാണ്ട് 444 കിലോമീറ്റർ വേണം തിരുവനന്തപുരത്ത് നിന്നും ഊട്ടിയിലെത്താൻ. അങ്ങനെ ഞങ്ങൾ ആദ്യം മേട്ടുപ്പാളയം എത്തി. അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. മേട്ടുപ്പാളയത്ത് സത്യ റിസോർട്ടിലാണ് ഞങ്ങൾ റൂം എടുത്തത്. അത്യാവശ്യം നല്ല റൂം സർവീസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയാണ് നേരെ ഊട്ടി. ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ടിൽ നിന്നും ഊട്ടിയിലേക്ക് 47 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലേക്കുള്ള യാത്ര തുടർന്നു. പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള യാത്ര അതിമനോഹരമാണ്. പുറത്തുള്ള വീഡിയോ എടുക്കാനാണ് ഞാൻ ക്യാമറ ഏൽപ്പിച്ചത്. സ്വന്തം വീഡിയോ എടുത്ത് രസിക്കുന്ന ഒരാളെ കണ്ടോ? ഹേയ്, ഈ ക്യാമറമാൻ ശരിയല്ല. വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചതാ, സ്വന്തം വീഡിയോ എടുത്ത് രസിക്കുന്നു. ക്യാമറമാനെ ഞാൻ മാറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് പുറത്തെ വീഡിയോകൾ എടുത്ത് തുടങ്ങിയത്. ഇതാണ് എൻട്രി, ഊട്ടിയിലോട്ടുള്ള എൻട്രി. അവിടെ നമുക്ക് ഇ പാസ് ഉണ്ട്, അത് നിർബന്ധമാണ്. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അവിടെ നമുക്ക് ചെക്കിംഗ് ഉണ്ടായിരുന്നു. കുട്ടികളുടെ കയ്യിലിരുന്ന വാട്ടർ ബോട്ടിൽ അവർ വാങ്ങി. അത് വാങ്ങിയിട്ടാണ് നമ്മളെ ഉള്ളിലോട്ട് അവർ കടത്തി വിട്ടത്. തമിഴ്നാടിൻ്റെ ആ ചീത്തപ്പേര് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ അവരിവിടെ നടത്തി വരുന്നുണ്ട്. നോ പ്ലാസ്റ്റിക് എന്നുള്ള അത് കൊള്ളാം കേട്ടോ. അതുകൊണ്ട് നല്ല വൃത്തി ഉണ്ടായിരുന്നു. യാത്ര തുടർന്നു. ഹെയർ പിന്നുകൾ കയറാൻ തുടങ്ങി. അതിമനോഹരമായ കാഴ്ചകളായിരുന്നു. സാധാരണ അവധി ദിവസങ്ങളിലൊക്കെ പോയാൽ നല്ല തിരക്കായിരിക്കും. നമുക്ക് ഒരുപാട് ട്രാഫിക്കിലൊക്കെ പെടേണ്ടി വരും. ഇത് ഞങ്ങൾ പോയത് തിങ്കളാഴ്ചയായി. അതിനാൽ തന്നെ വളരെ തിരക്ക് കുറവായിരുന്നു. കുറച്ച് വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ സ്മൂത്തായിട്ട് അങ്ങെത്തി. നേരത്തെ പ്ലാൻ ചെയ്യാത്ത യാത്രയായതിനാൽ ഞങ്ങൾ റൂംസ് ഒന്നും ബുക്ക് ചെയ്തിരുന്നില്ല. പക്ഷേ യാത്ര ചെയ്യുന്നവർ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധവും അതായിരുന്നു. ഞങ്ങൾ തിങ്കളാഴ്ച ദിവസമായിരുന്നു ഊട്ടിയിൽ കയറിയത്. സ്ഥലങ്ങൾ വലിയ ധാരണയില്ലാത്തതിനാൽ ഞങ്ങൾ ഊട്ടി ടൗണിൽ തന്നെയാണ് റൂം എടുത്തത്. പക്ഷേ വളരെ മോശമായിപ്പോയി. തണുത്തുറഞ്ഞ ഊട്ടിയിൽ ഹോട്ട് വാട്ടർ പോലും കിട്ടിയില്ല ആ റൂംസിൽ. പക്ഷേ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. ഈ യാത്ര വല്ലാത്തൊരു ഫീലായിരുന്നു. ദൂരെ മലകൾ കാണുമ്പോൾ ഷെമി പറയും, അതാണ് ഊട്ടി, അതാണ് ഊട്ടി. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. ആദ്യം എനിക്കൊരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു, ഇത്ര ദൂരത്തേക്ക് ഡ്രൈവ് ചെയ്യേണ്ടതോർത്ത്. പക്ഷേ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. ഞങ്ങൾ ആദ്യം പോയത് കോണൂറിലേക്കാണ്. കോണൂർ വളരെ മനോഹരമായൊരു ഗ്രാമം. ആദ്യം ഞങ്ങൾ ഊട്ടി യാത്ര പ്ലാൻ ചെയ്തത് ട്രെയിനിൽ പോകാം, വർക്കല ടു കോയമ്പത്തൂർ. അവിടെ നിന്ന് മേട്ടുപ്പാളയത്തു നിന്ന് ടോയ് ട്രെയിനിൽ ഊട്ടി പോകാമെന്നാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ 4 മാസം മുൻപേ തന്നെ ബുക്ക് ചെയ്യണമായിരുന്നു ടോയ് ട്രെയിനിൽ പോകാൻ. അതിനാൽ തന്നെ ആ ശ്രമം ഞങ്ങൾ അങ്ങ് ഉപേക്ഷിച്ചു. ഊട്ടി എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഞങ്ങൾ കാറും എടുത്തങ്ങ് പുറപ്പെട്ടു. ഊട്ടി എത്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, പല ടൂറിസ്റ്റ് പ്ലേസുകളിൽ കഴിയും എല്ലാത്തിനും റേറ്റ് കൂടുതലാണ് അവിടെ. ഫസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ഇറങ്ങി, അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ഭംഗിയായിരുന്നു കാണാൻ, തേയിലത്തോട്ടങ്ങളും. അങ്ങനെ ആദ്യം എത്തിയത് സിംസ് പാർക്ക്. ഒരുപാട് ചെടികളും നല്ല ഭംഗിയുള്ളൊരു പാർക്കായിരുന്നു. പിന്നെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളുടെ വണ്ടികൾ റോഡിൽ പാർക്ക് ചെയ്താലും അവർ പാർക്കിംഗ് ഫീസ് വാങ്ങിക്കും. ഒരു പാർക്കിലൊക്കെ കയറുന്നതിന് അഡൽസിന് ഒരാൾക്ക് 75 രൂപയങ്ങണ്ട. അങ്ങനെ ഞാൻ കയറി. കുട്ടികളൊക്കെ ആടുന്ന ഊഞ്ഞാലിലൊക്കെ കയറി ഇരുന്നങ്ങ് ആടാൻ തുടങ്ങി. അവിടുന്ന് പൂവൊക്കെ വാങ്ങി വെച്ചത് ഞാൻ ഇക്കായെ കാണിക്കുക. പക്ഷെ മണമൊന്നുമില്ലായിരുന്നു. മുല്ലപ്പൂ തന്നെയാണോ എനിക്കൊരു സംശയം. പ്ലാസ്റ്റിക്കും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അതിൻ്റെ ഒരു ഭംഗി തോന്നിയപ്പോൾ ഞാൻ വാങ്ങി വെച്ചതാ. ഇതൊക്കെ തണുപ്പടിച്ചപ്പോൾ വല്ല പ്രശ്നം ഉണ്ടായോ എന്നുള്ള രീതിയിലാണ് എൻ്റെ ഇക്ക നോക്കിയിരിക്കുന്നത്. ഒന്ന് ചിരിക്കാ, നിങ്ങൾ എന്താണ് ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നത്? പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാൻ. ഇക്ക പക്ഷെ വലിയ ലേക്കിലോട്ടൊന്നും നമ്മളെ ബോട്ടിങ്ങിന് വിടത്തില്ല.
അതിനാൽ തന്നെ അവിടെ ഒരു ചെറിയ പോണ്ടുണ്ട്. അവിടെ ബോട്ട് ചെയ്യാൻ ഇങ്ങനെ പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇക്കായ പിടിച്ചോണ്ട് പോവുക. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി പെടലി ഓട്ടുന്നുണ്ടോ. അപ്പോൾ ഫഹദ് പറയണേ, ഞങ്ങൾ രണ്ടുപേരും പെടലി ഓട്ടിക്കൂടായിരുന്നു, ഉമ്മയ്ക്കും വാപ്പയ്ക്കും അവിടെ ബാക്കിലിരുന്നാൽ നല്ല സൂപ്പറായിട്ട് ഞങ്ങൾ കൊണ്ടുപോകത്തില്ലായിരുന്നു. പക്ഷേ ആദ്യം തന്നെ ഇക്ക കയറി ഇരുന്നതുകൊണ്ട് പിന്നെ അത് മാറാൻ പറ്റത്തില്ല. അവിടെ മീനൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഭാഗത്തായിട്ട് മീനുകൾ കൂട്ടത്തോടുകൂടി നിൽക്കുന്ന ഞാൻ കാണിച്ചു തരാം. എന്താ മുകളിൽ നിന്ന് ആളുകൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ കൂട്ടത്തോടെ വന്നത്. അങ്ങനെ ഒരു 10 മിനിറ്റാണ് നമുക്ക് ആ ബോട്ടിങ് കിട്ടിയത്. 10 മിനിറ്റത്തേക്ക് 4 പേരുള്ള പെഡൽ ബോട്ടിന് കണ്ട് 100 രൂപയെങ്ങാണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ 10 മിനിറ്റ് അവിടെ ഒന്ന് കറങ്ങി. ചെറിയൊരു പോണ്ടാണ്. കാര്യം ലേക്കിലൊന്നും ഇക്ക വിടത്തില്ല. ഇക്കായ്ക്ക് വെള്ളത്തിനകത്തോട്ട് ഇറങ്ങുന്നതുകൊണ്ട് ഭയങ്കര പേടിയാണ്. പിന്നെ ഞങ്ങൾ പോയത് ഡോൾഫിനോസ് എന്നുള്ള ആ വ്യൂ പോയിന്റിലാണ്. പക്ഷെ സൂപ്പർ കാഴ്ചകളായിരുന്നു കേട്ടോ. ദേ അറ്റത്ത് നിന്ന് ഇപ്പം അവിടെ കമ്പി വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. നമ്മൾ മുമ്പ് ഫോട്ടോയിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു പാറ ഇങ്ങനെ നീണ്ടിട്ട്, അതായത് ഡോൾഫിൻ്റെ നോസ് പോലെ, അതുകൊണ്ടായിരിക്കാം അതിന് അങ്ങനെ ഒരു പേര് വന്നത്. ഇവിടെ നിന്നാൽ നമുക്ക് കോത്തഗിരി വാട്ടർഫാൾസ് കാണാൻ പറ്റും. ഏതാണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു. സൂപ്പറായിരുന്നു. അവിടുത്തെ ഗ്രാമങ്ങൾ, ഒരുപാട് വീടുകൾ, ആ ഒരു ഗ്രാമമൊക്കെ തന്നെ കാണാൻ പറ്റും. ഒരുപാട് ഗ്രാമങ്ങൾ കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റാണ്. അടുക്കിയുള്ള വീടുകളും അങ്ങനെ. അതാണ് വാട്ടർഫാൾ, കോത്തഗിരി വാട്ടർഫാൾ. ഈ വ്യൂ പോയിന്റിൽ കയറാൻ നമുക്ക് ഒരാൾക്ക് 40 രൂപയാണ് ചാർജ് അവർ ഈടാക്കുന്നത്. പക്ഷെ നമ്മളെ വണ്ടി റോഡിൽ പാർക്ക് ചെയ്യുന്നതിനും 100 രൂപ കൊടുക്കണം. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്രകൾ തുടർന്നു കൊണ്ടേയിരുന്നു. അപ്പോൾ നമ്മുടെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ കോണൂറിൽ നിന്നും ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഊട്ടി പോയിട്ടുള്ളവർ നിങ്ങളുടെ അനുഭവങ്ങൾ നമ്മളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുമല്ലോ. അപ്പോൾ ബൈ.